ഇന്ന് ലോകത്തെ ഏറ്റവും വളർച്ചയുള്ളതും ലോകശക്തിയിലേക്ക് കടന്നു വരുന്നതുമായ രാജ്യങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു പേര് ചൈന എന്നാണല്ലോ. ആ അപ്രതീക്ഷിത പുരോഗതിക്കാണെങ്കിൽ വെറും 30-35 വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്നും പറയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ചൈനയുടെ ആ അപ്രതീക്ഷിത കടന്നുവരവിൻ്റെ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, വളരെ പണ്ടുകാലത്ത് ലോകത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്നത് ഏഷ്യൻ മേഖലകളായിരുന്നു. ഇന്ത്യയും ചൈനയും അടങ്ങുന്ന മേഖലകളായിരുന്നു അതിൽ പ്രധാനം. ലോകത്തുള്ള മറ്റുള്ളവർ ഇത്തരം മേഖലകൾ തേടി വരികയും കച്ചവട സാധ്യതകൾ തുറക്കുകയും ഒക്കെ ചെയ്തെങ്കിലും സാമ്പത്തിക പ്രതിരോധ മേഖലകളെ ചോദ്യം ചെയ്യാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നില്ല. ആ കാലത്ത് ലോകത്തെ പല കണ്ടുപിടുത്തങ്ങളും പുരോഗമനവുമെല്ലാം വന്നതും ഇത്തരം മേഖലകളിൽ നിന്ന് തന്നെയാണ്. എന്നാൽ പിന്നീട് ലോകത്തിൻ്റെ ഗതി തന്നെ 1700കളോടെ മാറുകയാണ്. യൂറോപ്പ്, അമേരിക്കൻ മേഖലകൾ പല രീതിയിൽ പുരോഗമന പാതയിലേക്ക് വരികയുണ്ടായി. പ്രത്യേകിച്ച് 1800കളിൽ നിറഞ്ഞു നിന്ന വ്യാവസായിക വിപ്ലവം. ഇത്തരത്തിൽ മിക്ക മേഖലകളിലും വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ സമയത്തുണ്ടായത്. ശാസ്ത്രമേഖലയും ആധുനിക ഉപകരണങ്ങളും ആയുധങ്ങളും കാറുകളും ട്രെയിനുകളും എന്നു വേണ്ട എല്ലാ മേഖലയിലും തന്നെ ഈ ഉണർവ് പ്രകടമാവുകയും ചെയ്തു. ആധുനിക ലോകം കെട്ടിപ്പടുക്കുന്നതിന് കാരണക്കാരായതിൽ മിക്കവരും തന്നെ ഈ മേഖലയിൽ നിന്നൊക്കെ ഉയർന്നു വന്നവരുമാണ്. ഏതായാലും ചരിത്രത്തിൽ യൂറോപ്യൻ മേഖലകൾ സാമ്പത്തികമായും ആയുധബലത്തിലും വളരുന്ന സമയത്താണ് താഴെ നിൽക്കുന്ന മറ്റു പല രാജ്യങ്ങളെയും കോളനികളാക്കിക്കൊണ്ട് അവിടുത്തെ മനുഷ്യരെ ഉപയോഗപ്പെടുത്തി കുറഞ്ഞ ചെലവിൽ കൃഷിയും മറ്റു വ്യവസായങ്ങളുമൊക്കെ നടത്തി കൊള്ള ലാഭവും സാമ്പത്തിക ശക്തിയും ആവുന്ന കാലഘട്ടമുണ്ടാവുന്നത്. അവർ സ്വാഭാവികമായും സമ്പത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ മുന്നിട്ട് നിൽക്കുന്ന ഏഷ്യൻ മേഖലയിലും എത്തി. അത് ചൈനയിലേക്കും കച്ചവടമെന്ന രീതിയിൽ കടന്നു ചെല്ലുകയുണ്ടായി. അതിനെ തുടർന്ന് സ്വാഭാവികമായും പല പ്രശ്നങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും എതിരാളികളുടെ ആയുധശേഷിക്ക് മുന്നിൽ പലപ്പോഴും ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ലെന്ന് പറയാം. അതിനുദാഹരണമാണ് ട്രീറ്റി ഓഫ് നാൻകിങ്ങിൻ്റെ ഭാഗമായി ബ്രിട്ടന് ചൈന നൽകേണ്ടി വന്ന ഹോങ്കോങ് എന്ന പ്രദേശം. ഇത്തരത്തിൽ കിങ് സാമ്രാജ്യം നിലനിന്നപ്പോഴും യുദ്ധങ്ങൾ നടക്കുകയും തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു ചൈനീസ് പ്രദേശങ്ങൾക്ക്. എന്നു മാത്രമല്ല, ചൈനീസ് മേഖലയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്നതുപോലെ യാതൊരുവിധ വ്യവസായ വിപ്ലവവും നടക്കുകയും ചെയ്തില്ല. ഇത്തരത്തിൽ കൂടുതൽ ദരിദ്രമാവുകയാണ് ആ കാലഘട്ടത്തിൽ ചൈനയിൽ സംഭവിച്ചത്. ഒപ്പം തന്നെ പ്രാദേശികമായ പ്രശ്നങ്ങളും ഭരണമാറ്റങ്ങളും ഒക്കെ അവിടെ നടക്കുകയുണ്ടായി. ഇതിനിടയിൽ ജപ്പാൻ ചൈനയെ കീഴടക്കുന്ന അവസ്ഥയും വന്നു ചേർന്നു. അങ്ങനെ 2 നൂറ്റാണ്ട് മുന്നെയൊക്കെ ലോകത്തെ തന്നെ മികച്ച ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ നിന്ന് ഒരു പ്രാധാന്യവുമില്ലാത്ത ദരിദ്രമായൊരു അവസ്ഥയിലേക്ക് ചൈന എത്തപ്പെട്ടു. എന്നാൽ കാലഘട്ടം മാറുന്നത് പെട്ടെന്നാണല്ലോ. 2ാം ലോക മഹായുദ്ധം സംഭവിക്കുകയും അതിൽ 1945-ൽ ജപ്പാൻ തോൽക്കുകയും ചെയ്തതോടെ ചൈനയുടെ അടുത്ത സാധ്യത തുറക്കപ്പെട്ടു. 2ാം ലോക മഹായുദ്ധത്തിനപ്പുറം ലോകം സ്വാഭാവികമായും 2 ചേരികളായി. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ പൊതുവെ പറയുന്ന മുതലാളിത്തം എന്നത് കൂടുതൽ വളരുകയുണ്ടായി. മുതലാളിത്ത വ്യവസ്ഥിതിയിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് തകർന്ന് തരിപ്പണമായ രാജ്യങ്ങൾ പോലും സാമ്പത്തികമായി തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് വളരെ വേഗം വരികയുണ്ടായി. വലിയ ഉദാഹരണമായി ഫ്രാൻസും ജർമ്മനിയും ഒക്കെ എടുക്കാം. ഏതായാലും ആ കാലഘട്ടത്തിൽ ഫ്രീ മാർക്കറ്റ്, ക്യാപിറ്റലിസം എന്നീ നയങ്ങളിലൂടെ പാശ്ചാത്യ രാജ്യങ്ങൾ സാമ്പത്തികമായി ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നടത്തിയെന്ന് പറയാം. എന്നാൽ ചൈനയുടേത് മറ്റൊന്നായിരുന്നു. മാവോസേ തുങ്ങിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയൻ മാതൃകയിൽ കമ്മ്യൂണിസ്റ്റ് മാതൃകയിലേക്കാണ് ചൈന മാറിയത്. ലോകത്ത് കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഗ്രൂപ്പിൽ ചേരാതെ അതിനെ ചൈന എതിർക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ആ കാലഘട്ടം എന്നത് മുതലാളിത്ത വ്യവസ്ഥിതിയിലേക്ക് മാറിയ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചൈനയ്ക്ക് ദുരിതപൂർണ്ണമായിരുന്നു. കൂടുതൽ ദരിദ്രരും പട്ടിണിയും മരണങ്ങളും ഒക്കെ ആ രാജ്യത്തുണ്ടാവുകയുണ്ടായി. ഇത്തരത്തിൽ 1960കൾ എന്നത് ചൈന വലിയ ദാരിദ്ര്യത്തെ അഭിമുഖീകരിക്കുന്ന അവസ്ഥയിലെത്തി. മുന്നേറ്റമുണ്ടാക്കാനായി കൊണ്ടുവന്ന ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് പദ്ധതിയൊക്കെ തകർന്ന തരിപ്പണമായി. അതിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ചൈനയിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഇത്തരത്തിൽ ചൈന എന്ന രാജ്യം ചരിത്രത്തിലില്ലാത്ത പ്രതിസന്ധികളിലേക്ക് കടന്നു പോവുകയുണ്ടായി. എന്നാൽ 1976-ൽ മാവോസേ തുങ് മരിച്ചതോടെ ചൈനയിൽ നേതൃമാറ്റം ആരംഭിച്ചു. അങ്ങനെ 1981-ൽ ചൈനയുടെ അടുത്ത ശക്തനായ നേതാവായി ഡെങ് സിയാപിങ് അധികാരമേറ്റു. ചൈന സാമ്പത്തികമായി മുന്നേറാൻ പറ്റാതെ പതറി നിൽക്കുന്ന സമയമാണിതെന്ന് ഓർക്കണം. ഒപ്പം തന്നെ മുതലാളിത്ത വ്യവസ്ഥിതിയെ സ്വീകരിച്ച സൗത്ത് കൊറിയ, മലേഷ്യ, തായ്വാൻ, ഹോങ്കോങ്, സിംഗപ്പൂർ എന്നിവയൊക്കെ ലോകത്ത് തന്നെ സാന്നിധ്യം അറിയിക്കുന്ന രീതിയിലാണ് സാമ്പത്തിക വളർച്ച ഉണ്ടായത്. 1960-90 കാലഘട്ടത്തിൽ ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ച കണ്ട ഇവരെ വിശേഷിപ്പിച്ചിരുന്നത് 4 ഏഷ്യൻ ടൈഗേഴ്സ് എന്നാണ്. ഇതിനിടയിലാണ് ഡെങ് സിയാപിങ് സ്വതന്ത്ര വിപണിയുടെ സാധ്യതകളെ തേടുന്നത്. അത്തരത്തിൽ പല രീതിയിലുള്ള സാമ്പത്തിക വികസന പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൂടെ ചൈനയിൽ നടപ്പിലാക്കാനുള്ള പദ്ധതികളുണ്ടായി. സ്വതന്ത്ര വിപണി ആണെങ്കിൽ പോലും നിയന്ത്രണം എന്നത് എപ്പോഴും സർക്കാരിന് എന്ന രീതിയാണ് ചൈന ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വതന്ത്ര വിപണിയുടെ സാധ്യതകൾ തേടാനായി ചൈന മൊത്തം രാജ്യത്തെ പദ്ധതി നടപ്പിലാക്കാതെ തന്നെ ഹോങ്കോങ്ങിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഷെൻജൻ എന്ന ഒരു ഗ്രാമത്തെയാണ് തിരഞ്ഞെടുത്തത്. വെറും 30,000-നടുത്ത് മനുഷ്യർ മാത്രം ജീവിച്ചിരുന്ന ഈ മേഖലയെ എക്കണോമിക് ഫ്രീ സോണായി പ്രഖ്യാപിച്ചു.
അതിലൂടെ ഈ മേഖലയിൽ ഏത് കമ്പനിക്കും നിക്ഷേപം നടത്താനും പ്രവർത്തിക്കാനും അനുമതി വന്നു. ഹോങ്കോങ് ഈ സമയത്ത് അതിശക്തമായി മുന്നേറിയിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഷെൻജൻ മേഖലയും പെട്ടെന്ന് തന്നെ വളരാൻ തുടങ്ങിയെന്ന് പറയാം. പിന്നെ അവിടെ നടന്നത് സാമ്പത്തികമായ ഒരു അത്ഭുതം തന്നെയാണെന്ന് പറയാം. വെറും 30,000-ൽ താഴെ മനുഷ്യർ മാത്രം ജീവിച്ചിരുന്ന, മിക്കവരുടെയും പ്രധാന തൊഴിൽ മത്സ്യബന്ധനം മാത്രമായിരുന്ന ഒരു മേഖല, അങ്ങനെയുള്ള ആ കൊച്ചു ഗ്രാമം പിന്നീട് 10 ലക്ഷത്തിലധികം പേരുള്ള ഒരു വലിയ നഗരമായി മാറുകയാണ് ഉണ്ടായത്. തുച്ഛമായ വരുമാനത്തിൽ പട്ടിണി കിടന്ന് ജീവിച്ച മനുഷ്യർക്ക് വേതനം എന്നത് ചൈനയിൽ മറ്റെവിടെയും ഇല്ലാത്ത രീതിയിലാണ് വർദ്ധിച്ചത്. അങ്ങനെ അനന്തമായ സാധ്യതകളെ ചൈന കണ്ടെത്തുകയാണെന്ന് പറയാം. പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ വേതനവും കുറഞ്ഞ പ്രവർത്തന ചെലവും കണ്ടതോടെ കൂടുതൽ വികസനങ്ങളാണ് ചൈനയിലേക്ക് ഒഴുകിയത്. അത്തരത്തിൽ ഷെൻജൻ മേഖലയിൽ മാത്രം നിലനിന്നിരുന്ന കാര്യം രാജ്യമൊട്ടാകെ പടരാൻ ആരംഭിച്ചു. ചൈനീസ് സർക്കാർ 10 നഗരങ്ങളെ തെരഞ്ഞെടുത്ത പ്രത്യേക സാമ്പത്തിക വികസന പദ്ധതികൾ തന്നെ നടപ്പിലാക്കുകയുണ്ടായി. അത്തരത്തിൽ കുറഞ്ഞ വേതന സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായി ലോകത്തിലെ മിക്ക വൻ കമ്പനികളും ചൈനയിലേക്ക് ഒഴുകി. അങ്ങനെ ചൈന ലോകത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഒരു ഫാക്ടറി തന്നെയായി മാറി എന്ന് പറയാവുന്നതാണ്. മുന്നിൽ ഓടിയിരുന്ന പല രാജ്യങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് ചൈന അതിവേഗം മുന്നേറുകയാണ് ഉണ്ടായത്. അപ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി ചൈന എന്ന രാജ്യം വളർന്നു. ചൈനയിൽ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യരെ പട്ടിണിയിൽ നിന്ന് കരകയറ്റി മികച്ച ജീവിത സാഹചര്യങ്ങളും ചൈനീസ് മേഖലകളിലേക്ക് കടന്നു വന്നു എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നത് മുതലാളിത്ത വ്യവസ്ഥിതി എന്നാൽ നഷ്ടം സഹിക്കില്ല എന്നതാണല്ലോ. അപ്പോൾ 1950-കളിലും 60-കളിലും ഒക്കെ സാമ്പത്തികമായി മുന്നേറിയ, പട്ടിണിയിലും കുറഞ്ഞ വേതനത്തിലും ജീവിച്ചിരുന്ന ഇന്നത്തെ വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ സാമ്പത്തികമായി മുന്നേറിയപ്പോൾ 1990-കളിൽ ലോക ഫാക്ടറിയുടെ സ്ഥാനം ചൈന ഏറ്റെടുക്കുകയും ഇത്തരം വികസിത രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ വേതനം വലിയ രീതിയിൽ കൂടാതെയാവുകയും അഥവാ കുറയുകയും പലയിടത്തും ജോലികൾ പോലും ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. അതിനുള്ള കാരണമെന്നത് ആ ജോലികളൊക്കെ തന്നെ ചൈന പോലുള്ള വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വേതനത്തിന് പ്രവർത്തനം സാധ്യമാകുന്ന മേഖലകളിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. എന്നാൽ മുതലാളിത്ത വ്യവസ്ഥിതിയിലെ ഉയർന്ന വിഭാഗത്തിൻ്റെ സമ്പത്ത് എന്നത് ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഉയരുകയും ചെയ്യുന്നു. അത് ഇന്നും ഉയരുന്നുമുണ്ട്. എന്നാൽ വെറും മുതലാളിത്ത വ്യവസ്ഥിതി എന്നത് ഒരു മേഖലയിൽ എല്ലാവരെയും ഒരുപോലെ സാമ്പത്തികമായി ഉയർത്തില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നേട്ടമുണ്ടാകുന്ന വളരെ ചുരുങ്ങിയ ശതമാനം ആൾക്കാരിലേക്ക് അതിൻ്റെ മുഴുവൻ നേട്ടങ്ങളും പോവുകയും ചെയ്യും. എന്നിരുന്നാലും ചൈന ഇത്തരത്തിലുള്ള നടപടികളിലൂടെ രാജ്യത്ത് പട്ടിണിയിൽ ജീവിച്ചിരുന്ന എത്രയോ മനുഷ്യരെ മികച്ച നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറയാം. കൂടാതെ സർക്കാർ നേരിട്ട് നിക്ഷേപം നടത്തുന്ന പല പദ്ധതികളുമുണ്ടായി. ഒപ്പം തന്നെ സ്വയം പര്യാപ്തത നേടിയതിനു ശേഷം ചൈനയിൽ നിന്ന് തന്നെ പല മേഖലകളിലും പുതിയ ചൈനീസ് കമ്പനികൾ ഉയർന്നു വരികയും അത്തരം കമ്പനികൾ പാശ്ചാത്യ രാജ്യങ്ങളിലെ വൻ കമ്പനികളോട് മത്സരിക്കാൻ ആരംഭിക്കുകയും ചെയ്തതോടെ ലോകത്ത് ചൈന എന്ന വൻ ശക്തി വരവറിയിച്ചു എന്ന് പറയാം. അമേരിക്കയുമായി നടക്കുന്ന വ്യാപാര യുദ്ധവുമായി ഒക്കെ ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന രാജ്യമാണ് ചൈന. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ലോകത്ത് എല്ലായിടത്തേക്കും എത്തുന്നതും ചൈനയിൽ നിന്ന് തന്നെയാണ്. അപ്പോഴും ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും ആരോഗ്യ മേഖലകളിലും ഇവയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലും അമേരിക്കയും ചില യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ മുന്നിൽ നിൽക്കുന്നതാണോ ചൈനയെ 2ാം സ്ഥാനത്തേക്ക് മാറ്റുന്നത്. 30-35 വർഷം കൊണ്ട് അത്യപൂർവമായ വളർച്ച ഉണ്ടാക്കിയെങ്കിലും വലിയ ജനസംഖ്യ ഉള്ളതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രി എന്ന നിലയിൽ തന്നെയാണ് ചൈന നിലനിൽക്കുന്നത്. ഒരു കാലത്ത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ചെലവുകൾ ചൈനയെ സഹായിച്ചപ്പോൾ ഇന്ന് അതിനേക്കാൾ കുറഞ്ഞ പ്രവർത്തന ചെലവുകളുടെ സാധ്യതകൾ മറ്റു രാജ്യങ്ങൾ തുറക്കുമ്പോൾ വൻ കമ്പനികൾ ആ മേഖലകളിലേക്ക് കടക്കും എന്നുള്ളത് മുതലാളിത്തം വ്യവസ്ഥിതിയിൽ ഉറപ്പുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ചൈന വളരെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും നേരിടുന്നുമുണ്ട്. അതുപോലെ തന്നെ മുതലാളിത്ത വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരും മറ്റു മേഖലകളിൽ ജീവിക്കുന്നവരും തമ്മിൽ വളരെ വലിയ അന്തരവും ചൈനയിൽ കാണാവുന്നതാണ്. എന്നിരുന്നാലും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിച്ചിരുന്ന സമയത്ത് സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസ്റ്റിക് എന്ന നയത്തിലൂടെ സ്വതന്ത്ര വിപണി സാധ്യമാക്കുകയും ദശലക്ഷക്കണക്കിന് മനുഷ്യരെ പട്ടിണിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്തു ചൈന. 30-35 വർഷമായി തുടരുന്ന ആ സാമ്പത്തിക വികസനം ചൈനയിൽ ഇന്നും തുടരുകയാണ് എന്നുകൂടി പറയാവുന്നതാണ്.